ജോയി ചേട്ടൻ്റെ പെട്ടെന്നുള്ള നിലയാണ് നമുക്കെല്ലാവർക്കും ദുഃഖമുള്ളതാകുന്ന ഒരു കാര്യമാണ്. രോഗബാധിതനായി ചികിത്സയിലൊക്കെ ആയിരുന്നു. എങ്കിലും നമ്മുടെ എല്ലാ മനസ്സിൽ സജീവമായൊരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു. നമുക്ക് ചുറ്റും നല്ലൊരു ഓർമ്മകൾ വളർത്തുന്ന നല്ല സൗഹൃദങ്ങളും എല്ലാവരുമായിട്ട് നല്ല ബന്ധം സാമൂഹ്യ രാഷ്ട്രീയ എല്ലാ രംഗത്തും പ്രശോഭിച്ചുകൊണ്ട് നിലനിന്ന വലിയ വ്യക്തിത്വമാണ്. മരണം പെട്ടെന്ന് വരികയും പിതാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ജോയിച്ചേട്ടൻ യാത്രയാവുകയും ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രത്യാശയിലൂടെ മരണത്തെ നമുക്ക് നോക്കിക്കാണാം. ബന്ധുമിത്രാദികൾക്ക് പൂർണ്ണമായിട്ടും ഇടവ കുടുംബത്തിന്റെ പേരിൽ അനുശോചനം നേരുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജോയിച്ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേരാം. നമുക്കെല്ലാവർക്കും അറിയാം, മരണം സ്വാഭാവിക ദുഃഖമുള്ളതാകുന്ന കാര്യമാണെങ്കിലും നമുക്ക് പ്രത്യാശകൾ നോക്കാം. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, നമ്മളെല്ലാവരും ജീവിതത്തിലേക്കുള്ള പ്രവേശന മാർഗമാണ് മരണം. ആ ഒരു പ്രത്യാശയിലായിരുന്നുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ പഠനത്തെ തന്നെ നോക്കി കാണാം. ജീവിതകാലത്ത് ചെയ്ത ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ നമുക്ക് ജോയിച്ചതിനെ കുറിച്ചുണ്ട്. എന്തെങ്കിലും കുറവുകൾ വന്നുപോയിട്ടില്ല, ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് പിതാവായ വർദ്ധമാതേക ജോയിച്ചേട്ടനെ സ്വീകരിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങൾ ഭക്തിയോടുകൂടെ ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ദൈവം. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാന വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ദൈവം. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ദൈവം. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയം അഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ,
പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജരു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാമിശിഹ കർത്താവെ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവർ ഒത്തുവലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമ പരിവേഷം. എൻ്റെ സഹോദരരെ, പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവാൻ. നമ്മുടെ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. മരണം മരമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും. നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയുടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ, നീ കൂടെ പോരും. നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഭവനത്തിലെ പ്രാർത്ഥന അവസാനിക്കുകയാണ്. ഈ സമയത്ത് ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇവിടെ വെച്ച് അന്തിമോചനം അവസരമുണ്ട്. മറ്റെല്ലാവർക്കും സെമിത്തേരിയിലെ അവസാനം പള്ളിയിലെയും കഴിഞ്ഞ സെമിത്തേരിയിലെയും കഴിഞ്ഞ അവസാനം അന്തിമോചനം സമയമുണ്ട്. നമുക്കെല്ലാവർക്കും പള്ളിയിലേക്ക് നടന്നു നീങ്ങാം. പ്രത്യേകമായിട്ട് എല്ലാവരും മുമ്പോട്ട് നടന്നു നീങ്ങാനും വാഹനമുള്ളവർ വാഹനങ്ങളിൽ പോകാനും ശ്രദ്ധിക്കുക. എന്റെ സഹോദരൻ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും
സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാൽ നിൻ പ്രിയജനമേ അനുദിനമരിവോടോർക്കണമെന്നേ. ഭൂമിയിൽ ലഭിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോരുന്നതമോർസ്ലേ പ്രാപിപ്പതിനാ. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാം ലോകവും അതിലെ ജടികാസകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ.
നീതിമാന്മാർക്കുള്ള ധൂളിയിൽ നിന്നും ജന്മമേകി നിന്നെ നമിക്കാം നന്ദനമുദ്ധാനം. വിശുദ്ധന്റെ പ്രകാശം ഉദിച്ചു കനകപ്രഭയിൽ കബറിടം ഒളിച്ചിന്നും അതിലുള്ളവരോ നാഥനെ പുകഴ്പാടും. ഈ ലോകത്ത് പോലും നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സർവ്വത്തെല്ലാം ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ വിശുദ്ധ പ്രാർത്ഥനയാലും വിശുദ്ധ ഇയാളെയും തൻ്റെ വലത്തുഭാഗത്ത് വളർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ നിന്നും ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വെളുത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു? ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നയിക്കും. ദൈവത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ യാത്ര പറയുന്നു. മാമോദീസയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസീനത്തിന്റെ ആത്മാവിനെ പ്രഭാവം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയങ്ങളെ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകുകയും നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഓർമ്മിക്കുന്നതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥന സമാപിച്ചു. പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ സൃഷ്ടിക്കുകയും നല്ല വിധേയരാകുകയും നമ്മുടെ ശരീരത്തെ ചർച്ചയിലാക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വയലിൽ തുടരും പുൽക്കൊടി പോലെ ജീവിതം ഓർത്തോർത്തിനെയും നൈരാശ്യങ്ങളെ അനുഭവിക്കണമേ. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം ഹരിതമാക്കും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാം ഉദ്ധാരത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാദം നവമായി ദൂതന്മാരും അക്ഷമരായി നിന്നാഗമ ദിവസം Yes,
പ്രവേശിപ്പിക്കണമേ വിശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിലെ ദിവചനത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. കുരിശുവഴിയായ നമ്മുടെ യേശുപുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കരുതുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. കുരിശുവരിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിലെ ദിവചനത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവചനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. കുരിശുവരിയായ നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു നീ സ്വീകരിച്ച വിശുദ്ധ സഹായിക്കട്ടെ. ജീവന്റെ മണ്ഡത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതരായുസ്സും. അവരാണ് കീർത്തനങ്ങൾ പാടും മൃതനാമരുടെ പാപങ്ങൾ മാറ്റണമേ നിൻകൃപയാലെ. മാമോദീസ വഴിയൊക്കെ സുന്ദരാളവൻ ഓർക്കണമേ. അവരുടെ സന്തോഷത്തിലവരാധിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിയോടെ ഉൾക്കൊണ്ടവരാ മനസ്സുകാരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും മഴ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. അതുമുതലുള്ളവയെല്ലാം തെളിവായി നാഥാനി തിരുമണിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാപങ്ങൾ നിരയായി നിവിധിക്കല്ലേ. ജീവൻ നൽകി മഹോന്നതമാം സർവാധിപനാം നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ ഞങ്ങളിതാ
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉദ്ധാനം നീങ്ങുന്നു. നാഥ ഞങ്ങളെ ആത്മാവിൽ രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഉദ്ഘോഷിക്കുവിൻ. സർവേശ്വരാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്തിൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ശുദ്ധീകരിക്കണമേ. മാതാപിതാക്കളുടെ കൂടെ സഹോദരനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാകണമേ. ജീവനെ മരണപരിണാമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരനായി നീക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണപരിണാമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരനായി നീക്കും. നാഥനായ ദൈവം തന്റെ ധന്യവാന്മാരുടെ സ്ഥലങ്ങളും പുഷ്ടമായവർക്കും അഭിനന്ദനങ്ങളും സ്വർഗ്ഗരാജ്യവും അവസരത്തേക്കുള്ള പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കൃതമായ വിശുദ്ധായുടെ മോഹദേശ്വരനെ ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും ദിവസവും അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എന്നേക്കും. എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധിയിൽ ആകാശം പാർപ്പിടമല്ലോ. കരയും കടലും നിറയുന്നു. പാതാളത്തിലെ മവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി പാപം വലുതാമതുപോലെങ്കി ഹൃദയം വലുതം അറിവോനും കാരുണ്യം നീ കാണിക്കായി നരകണവാതി നശിക്കുന്നു. നിങ്ങളുടെ മാംസമിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയും. എന്നെ സൃഷ്ടിച്ചതിന്റെ മേൽ കൈകൾ വെച്ചു. ഭാവിയിലൂടെ ജന്മം നൽകി. ഭക്തിയുടെ എന്നോട് രൂപവുമേ പാപം ചെയ്തു നിനക്കെതിരായി കോപം കൊണ്ടു നശിപ്പിക്കല്ലേ. നാഥാവിന്റെ അനുഗ്രഹം പോലും ഭക്ഷിക്കണമേ ഞങ്ങളിലെല്ലാം. രാജകുമാരി ബലിപീഠത്തിൽ പൂജമർക്കും രാവ് കണക്കെ തിരുസമർക്കൂ. കൂടുതൽ കഴിക്കാൻ സർക്കവണം കർത്താവേ നിലത്ത നേടിയ സഭയെ കടലിൽ യാത്ര ചെയ്യുന്നവർ ആടിനടക്കും കർത്തകരെ കൂടിയിലെങ്ങനെ നീങ്ങുമ്പോ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാരംഭിക്കും. ശാശ്വതവാഹനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്ധിയിൽ ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്ത്യവസം മധ്യഗണത്തിൽ ചെയ്തികൾ നോക്കിയടക്കുന്ന വിശ്വാസം പരിചാരം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൽ പോലീസായി ഞങ്ങളെ ചിരമക്ഷജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു. വേദന തിങ്ങിയ ജീവിതയാണ് പെട്ടെന്ന്
കഴിഞ്ഞു. കർത്താവേ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധിദിവസം വിളി കേൾക്കുമ്പോൾ സന്നിധിയായ ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുകയും ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരും വന്നിരുതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാമാർ നരകപിശാചൻ അപജയമേറ്റി. ആദ്യമുതൽ നിത്യമഹോന്നത മംഗളമോടെ ഉയർന്നു വരുമ്പോൾ ന്യായാധിപനായ സിംഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറിവിവരങ്ങൾ മോദം അകരണമേ ഞങ്ങൾക്ക്